ഇസ്ലാമിക സംസ്കാരവും യൂറോപ്പിന്റെ മൂല്യങ്ങളും തമ്മിൽ കടുത്ത ഭിന്നതകളുണ്ട്, പൊരുത്തക്കേടുകളുണ്ട് എന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഇറ്റാലിയൻ പ്രധാനമന്ത്രിയായ ജോർജിയ മെലോണി. തീയതി വ്യക്തമാക്കാതെ പ്രചരിക്കുന്ന ഒരു വീഡിയോയിലാണ് ഇറ്റലിയുടെ പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഈ ഗൗരവതരമായ പരാമർശം ഉണ്ടായിരിക്കുന്നത്. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ഇറ്റാലിയൻ ഭാഷയിൽ സംസാരിക്കുന്ന ഒരു പഴയ വീഡിയോയാണിത്. പക്ഷേ ഇത് ഇപ്പോഴാണ് വ്യാപകമായി സൈബർ ഇടങ്ങളിൽ പ്രചരിച്ചിരിക്കുന്നത്. ഇറ്റലിയിലെ ഭൂരിഭാഗം ഇസ്ലാമിക സാംസ്കാരിക കേന്ദ്രങ്ങൾക്കും സൗദി അറേബ്യയാണ് ഫണ്ട് നൽകുന്നത് എന്ന ആരോപണം കൂടി അവർ ഉയർത്തുന്നുണ്ട്. അവിശ്വാസവും സ്വവർഗരതിയും ഒക്കെ ക്രിമിനൽ കുറ്റമായ സൗദി അറേബ്യയുടെ കർശനമായ ശരീഅത്ത് നിയമത്തെയും മെലോനി ഇതിൽ പേരെടുത്ത് വിമർശിക്കുന്നുമുണ്ട്. ഇസ്ലാമിക നിയമം എന്ന് പൊതുവെ വിളിക്കപ്പെടുന്ന ശരീഅത്ത് നിയമം ഇസ്ലാമിന്റെ അടിസ്ഥാന മതഗ്രന്ഥത്തെ പ്രതിനിധീകരിക്കുന്നതാണ് എന്നുകൂടി ഇറ്റലിയുടെ പ്രധാനമന്ത്രി പറയുന്നു. ശരീഅത്ത് നിയമത്തിൽ വ്യഭിചരിക്കുന്നവരെ കല്ലെറിയാനും അവിശ്വാസത്തിനും സ്വവർഗരതിക്കും വധശിക്ഷയുമാണ് ശിക്ഷയായി വിധിച്ചിരിക്കുന്നത്. ഈ കാര്യങ്ങൾ നാം ഉന്നയിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിക സംസ്കാരവും യൂറോപ്പിന്റെ മൂല്യങ്ങളും തമ്മിൽ വലിയ അന്തരമുണ്ട് എന്നാണ് താൻ മനസ്സിലാക്കുന്നതെന്നും അവർ പറയുന്നു. നമുക്കറിയാം, ഈ ദുബായിൽ കഴിഞ്ഞ നടന്ന കാലാവസ്ഥാ ഉച്ചകോടിയിലാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇറ്റലിയുടെ പ്രധാനമന്ത്രിയായ ജോർജിയ മെലോണിയും തമ്മിൽ ചേർന്ന് ഒരു സെൽഫി എടുത്തതും ഇത് മെലഡി എന്ന പേരിൽ വ്യാപകമായി സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുകയും ചെയ്തത്. ഇത്തരത്തിലുള്ള ആ ചിത്രം പ്രചരിച്ചതിന് തൊട്ട് പിന്നാലെയാണ് ഇപ്പോൾ അവർ പണ്ട് പറഞ്ഞതാണെങ്കിലും ഇസ്ലാമിനെ വിമർശിച്ചുകൊണ്ടുള്ള ഈ വീഡിയോയും സൈബർ ഇടങ്ങളിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇറ്റാലിയൻ പ്രധാനമന്ത്രി ഇസ്ലാമിനെതിരെ നടത്തിയ ഈ പരാമർശത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാനായി ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളം.